ഞാനിപ്പോൾ ഉള്ളത് ഹനോയിലാണ്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാന നഗരമാണ് ഹനോയ്. ഒരു ട്രെയിൻ സ്ട്രീറ്റ് ഉണ്ട്, അതായത് ഈ ട്രെയിൻ കഫേസിനിടയ്ക്കൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഫാൻസി ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയി പിന്നെ ബാക്കി നമുക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബസ് സർവീസ് ഉണ്ട് ഹനോയ് സിറ്റി ടൂറിൽ. അപ്പോൾ അത് വൈകുന്നേരം കാണണോ രാവിലെ കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നാളെ നമുക്ക് ഹലോങ് ബേയിൽ പോകണം. ഹലോങ് ബേയിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഞാൻ ഈ പോകുന്നത്. രാവിലെ കണ്ട ആ ഒരു ബുക്കിംഗ് ഓഫീസ് ഇതാട്ടോ, ഫ്രീ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഹലോ, ഐ കെയിം മോർണിംഗ് ഫോർ ദ ഹലോങ് ബേ ട്രിപ്പ് ഫോർ ടുമോറോ. ഓക്കെ, ഇതാട്ടോ ഹലോങ് ബേ. നമുക്ക് ഡേ ക്രൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ 1 day. $37 ഇൻക്ലൂഡിങ് എവറിത്തിങ്. ഓക്കെ, എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉണ്ട്. ഇവിടെ ലക്ഷങ്ങളുടെ വില കേട്ടോ. 5 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം. ഇത് 10 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് ആണ്. ഓക്കെ, യു ആർ ഹാവിങ് മണി ഇൻ ലാക്സ്. ഓക്കെ, താങ്ക് യു. നമുക്ക് തിരിച്ച് 1 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ടൂർ ബുക്ക് ചെയ്തത്, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴി ഇവിടെ വഴി നല്ല തിരക്കാണ്. ചൂടില്ല കേട്ടോ. ഒരു നമ്മുടെ നാട്ടിലേക്കാളൊക്കെ അത്യാവശ്യം നടക്കാൻ നല്ല സുഖമുണ്ട്. ഇല്ലേ, വലിയ ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മസാജ് പാർലറുകൾ, സ്പാ, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഓഫീസുകൾ, ഈ ടൂറുകൾ ബുക്ക് ചെയ്യുന്ന ഓഫീസുകൾ, ഇതെല്ലാമാണ് ഈ സൈഡിൽ കൂടെ ഉള്ളത്. കണ്ടോ, ഇത് കണ്ടോ, ലോക്കലായിട്ടും മറ്റേ വിയറ്റ്നാമീസ് തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു ചേച്ചിയോട് ഇരുന്നിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നത്. ഈ സംഭവം ഉണ്ട്, ഇതൊരു റിക്ഷ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് വിയറ്റ്നാമിലൂടെ, അതിൽ ഹനോയിയുടെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോകാം. ഇത് നമ്മളെ കൊണ്ടുപോകും. ഇത് സർക്കിൾ കെ, അതായത് ഈ തായ്ലൻഡിലൊക്കെ 7-Eleven കാണൂലേ, അതുപോലെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ്, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റേഷൻ പോലെയാണ് അത് കാണുന്നത്, സർക്കിൾ കെ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോക്കലായിട്ടുള്ള സ്നാക്സുകൾ, അതുപോലെ തന്നെ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നലെ അവിടെ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കിൾ കെ നമുക്ക് ഏത് കോർണറിലും പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറാട്ടോ സർക്കിൾ കെ എന്ന് പറയുന്നത്, നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെമ്പിൾ കാണുന്നുണ്ട്. ആളുകൾ ജനം ഇങ്ങനെ ഒഴിവാണേ ഒരു സ്ഥലത്തൂടെ. എന്തോരം ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഓരോ ജംഗ്ഷനിൽ ചെന്നുമ്പോൾ ഓരോ ആൾക്കാരോട് ചോദിക്കും, ഇതെവിടെയാ. അപ്പോൾ ഓരോ വഴികളിൽ പോകാൻ പറയും. എന്താണോ നമ്മൾ ഭൂമിയിലുണ്ടല്ലോ, എവിടെയൊക്കെ എത്തുമായിരിക്കും. മെയിൻ സ്ട്രീറ്റ് ഇതിലെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റിക്ഷ ചേട്ടനെ കാണാം. കടന്നു പോട്ടെ. ഇതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഇത് റെയിൽവേ പാളമാണ്. ഇതിൻ്റെ സൈഡിൽ മോനെ, ഇതാണ് സംഭവം ഹനോയ് ട്രെയിൻ സ്ട്രീറ്റ്. ഇതിൻ്റെ 2 സൈഡിലും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ്. അപ്പം നടുക്കൂടെ ട്രെയിൻ പോകും. ഏത് സമയത്താണ് ട്രെയിൻ വരുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ സ്മൂത്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ട്രെയിനൊക്കെ കണ്ടുകൊണ്ട്. ഇത് ഭയങ്കര പോപ്പുലറൈസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ജീവിതത്തിൽ ഒന്നേലും കാണേണ്ട ഒരു സംഭവമാണ്. അതായത് ഇതുണ്ടോ, ഇവിടെ ജോലിക്കാർ ഇവിടെ മറ്റേ കല്ലൊക്കെ കോരി പാളത്തിൻ്റെ സൈഡിലേക്ക് ഇടുന്നുണ്ട്. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ വരുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വരുമായിരിക്കും. ട്രെയിൻ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ട്രെയിൻ വരുവാന്ന്. അപ്പോൾ ഇത് സ്ട്രീറ്റ് ഇത്രേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് നടന്ന് ഈ സ്ട്രീറ്റിൻ്റെ ഇങ്ങേ അറ്റത്തെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ച് നടന്ന് കാണിച്ചു തരാം സംഭവം. ഇത് അറ്റത്ത് വേറൊരു സ്ട്രീറ്റിലേക്കാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും ട്രെയിൻ ഇതിലെ പാസ് ചെയ്ത് പോകും. ഇനി ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ സംഭവം. അങ്ങോട്ടും ഉണ്ട്. ഇവിടെ മാത്രമല്ല ഈ റോഡിന് അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അവിടെയാണ് കുറച്ചുകൂടെ ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഫുള്ള് ബൈക്കാട്ടോ. ബൈക്കിൻ്റെ നഗരമാണ്. കാറിനേക്കാളും കൂടുതൽ ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂട്ടറിൽ ഗിയറൊക്കെ ഉണ്ട്, അങ്ങനത്തെ സ്കൂട്ടറാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ ആളുകൾ കൂടുതലുണ്ട്. കണ്ടോ, ഈ സൈഡിലേക്ക് ഭയങ്കര ആളുകളാണ്. ഇങ്ങനെ കടയിലേക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഫാൻസി ഏരിയ ആണേ. ആളുകൾ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ സ്പേസ് ആണ്, ഫോട്ടോഗ്രാഫിക് സ്പേസ് ആണ്. ഇവിടെ വന്ന് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്ത് മരിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നടക്കുന്ന കച്ചവടക്കാരുണ്ട്. കണ്ടോ, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പോകുന്ന കച്ചവടക്കാർ. ഇവിടെ ആൾക്കാരിക്കുന്നത്, അവർ നേരത്തെ സീറ്റ് പിടിച്ചു. കണ്ടോ, ലോട്ട് ഓഫ് പീപ്പിൾ. ഞാൻ അപ്പുറത്തും കൂടെ മാറി പോവാണ്. ഇവിടെ നല്ല സീറ്റ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. മോനെ, ഫ്രെയിമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതാണ്
ഞാൻ രണ്ട് സൈഡും ഈ സ്ട്രീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ നടന്ന് കണ്ടു. ഇത് നടന്നു പോകാൻ കഷ്ടപ്പെടാം. അതായത് പാളത്തിൽ തെറ്റി നമ്മൾ വീഴും. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഒന്നാമത് ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും നോക്കട്ടെ. ഭയങ്കര വില കേട്ടോ, ഭയങ്കര കറക്റ്റ് റേറ്റ് അവിടെ. എന്തോരം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം അത് പാക്കറ്റിലേക്ക് വെച്ചേക്കുക, വെച്ച് വിൽക്കാൻ വേണ്ടി കൊണ്ട് കിടക്കുന്നുണ്ട്. ബ്ലാക്ക് കോഫിക്ക് 60,000. അതുപോലെ നീ എഗ് കോഫി ഞാൻ ഇന്നലെ കുടിച്ചായിരുന്നു. ഇനി ബ്ലാക്ക് കോഫി ഉണ്ട്. ഒരു ചേട്ടൻ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരോടും മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടോ അവിടെ ആൾക്കാർ റെഡിയാക്കി നിർത്തുക. ട്രെയിനിൽ പോരും, ട്രെയിനിൽ പോരും. ട്രെയിൻ പോണോ? എടുക്കാൻ പറ്റില്ല. വിയറ്റ്നാമീസ് കോഫി ട്രെയിനും ഇത് പൊളിക്കും. വലിയ ട്രെയിനാട്ടോ, ഇത് വലിയ ട്രെയിനാ. അങ്ങനെ ട്രെയിനിന്റെ അവസാനത്തെ ബോഗിയും എഞ്ചിനും ഒക്കെ എങ്ങനെ ആണ്ടാ. ഇവിടെ വെച്ചിരുന്ന സോഡ കുപ്പിയൊക്കെ ഇങ്ങനെ, സോഡ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അത് ഇങ്ങനെ ചതഞ്ഞു നോക്കുക. അവിടെ പോയിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ കൊണ്ട് വെക്കുന്നുണ്ടോ? അല്ല, വലിയ ആൾക്കാർ കൊണ്ടിട്ടേ വെക്കുന്നേ. എന്തോ ഒരു ഭയങ്കര പോപ്പുലറാന്ന് തോന്നുന്നു കേട്ടോ. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് സാധിച്ചു കിട്ടി. നമ്മുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടൂർ, ഒരു ഹനോയ് സിറ്റി ടൂർ നടക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ കോഫി കുടിച്ചതിന് ഏകദേശം 60,000-70,000 ഡോങ്ങാണ്. എൻ്റെ കയ്യിൽ 1,00,000 നോട്ടുണ്ട്. 1,00,000 നോട്ട്. ഈ ഒന്നും എടുത്തിട്ട് ഇവിടുന്ന് പോവാം മതിയെ. അങ്ങനെ ഞാൻ അവിടുന്ന് ട്രെയിൻ സീറ്റിൽ നിന്ന് പോവാണേ. ഇവിടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഹാനോയ് സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മതിയെ പാട്ടൊക്കെ കേട്ട് പതിയെ അങ്ങ് പോവാം. ഈ കാണുന്നതാണ് മറ്റേ ഷൻസം എന്ന് പറഞ്ഞിട്ടാണ് പേര്. ഷൻസം ഹോൺ കെം ലേക്ക്. ഈ ഹോൺ കെം ലേക്കിലാണ് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് വരുന്നത്. അപ്പം നമുക്ക് കൺഫേം പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഷാൻസം ബൈക്ക് 17,000 ഡോങ്. 17,000 ഡോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60 രൂപ ഇത്ര വരുന്നുള്ളൂ. ഈ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാബിനേക്കാളും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഷാൻസം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗ്രാബ്. അപ്പോൾ ഇത് ഇവിടെ മൊത്തം ബൈക്കുകളും ഇലക്ട്രിക്കാണ്. ബൈക്കും കാറും എല്ലാം ഉണ്ട്, ഇതെല്ലാം ഇലക്ട്രിക്കാണ്. അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഇവരുടെ സർവീസ് ഭയങ്കര ബെസ്റ്റാണ്. ഞാനെപ്പോഴും ഷാൻസ്, എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഷാൻസമാണ്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ആൾ വന്നിട്ടുണ്ട്. യെസ്, യാ അമൽ ഹിയ. യാ ഹെൽമെറ്റ്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നടന്ന ഒരാൾ ദൂരേ ഉള്ളൂ. പക്ഷെ ഞാൻ മടുത്തു. ഇപ്പോഴേ നടന്നു കഴിഞ്ഞാൽ എന്താ വൈകുന്നേരം വരെ നടക്കാനുള്ള, രാത്രിയിലൊക്കെ നടക്കാനുള്ള. അപ്പം മടുക്കും. ഇവിടെ പുറകിൽ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടോ, ട്രാഫിക്കാണ്. ഞാൻ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. ദൈവമേ, എൻ്റെ ഫോൺ ആരും അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഏതോ ഒരു ഊട് വഴി കൂടെ ഒക്കെ പോകുന്നുണ്ടേ. ഇതുണ്ടോ ആൾക്കാർ ഇറച്ചി, ഇത് ബീഫും പന്നിയൊക്കെയാണ്. ഇതൊക്കെ ലോക്കൽ ഫുഡുകളാണ്. ലോക്കൽ ഫുഡ്. ഇതൊരു ഇറച്ചി മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇത് ലോക്കൽ ഒരു ഷെയ്ഡി പ്ലേസ് പോലെയുണ്ട്. പക്ഷേ ഈ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ പഴങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടോ വിയറ്റ്നാം ഫ്ലാഗ്. എല്ലായിടത്തും വിയറ്റ്നാമിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് ഏതോ ഊടുവഴിയിൽ കൂടെ ഒക്കെ പോകട്ടോ. ഇത് ഏത് സംഭവം എന്ന് പറയുന്നില്ല. ഇതിൻ്റെ വഴിയുണ്ടോ? ലാസ്റ്റ് പുള്ളി ഏതോ ഒരു മെയിൻ വഴിയിൽ കൊണ്ട് എത്തിച്ചു. ഇതെന്തോ ഫുഡ് സ്ട്രീറ്റ് ആണേ. വൈകുന്നേരം നമുക്ക് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഏതോ നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഉണ്ടോ GM പ്രീമിയം ഹോട്ടൽ. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. അതുകൊണ്ടോ ഇവിടെ എല്ലാം ബൈക്കുകളാണ്. ട്രാഫിക് സിഗ്നലിൽ ബൈക്കുകൾ, കാറിനേക്കാളും കൂടുതൽ ബൈക്കുകൾ എല്ലായിടത്തും. അതാണ് വിയറ്റ്നാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ലോട്ട് ഓഫ് തൗസൻഡ്സ് അല്ല, ലാക്സ് ഓഫ് ബൈക്സ്. അതാണ് ഇവിടെ വന്ന് ബൈക്ക് റെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. ഒരു ലോങ് ടൈമിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുക്കാം. ഏകദേശം ഇന്ത്യൻ മണി ഒരു 500 രൂപയ്ക്ക് ബൈക്കിനാകത്തുള്ളൂ. ബൈക്ക് മീൻസ് സ്കൂട്ടർ. ഓക്കെ, അപ്പോൾ 500 രൂപ കൊടുത്ത് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് പെട്രോളിന് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ 70 രൂപ 80 രൂപ മാക്സിമം 90 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഗ്യാസോലിൻ എന്നാണ് പറയണേ. ഗ്യാസോലിൻ അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല അഫോർഡബിൾ ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഗ്രാബും മറ്റേ സാധനമൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ ഒരു സംഭവം. എൻ്റെ പുറകിലൊക്കെ ഫുള്ള് ബൈക്കുകാരാണ്. പുറകിലും ബൈക്കുകാർ, ഫ്രണ്ടിലും ബൈക്കുകാർ. അങ്ങനെ നമ്മൾ ഹോൻ ക്യം ലേക്കിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഹോൻ ക്യം ലേക്കാണ് ഹനോയുടെ ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നിന്നാണ് അത്യാവശ്യം ടൂറുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. കണ്ടോ, ഇതാണ് ഈ ഹോൻ ക്യം ലേക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു പാലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ പ്രധാന സ്റ്റോപ്പുകളിലൊന്നാണിത്. ഹോപ്പ് ഓഫ് ബസ് അത് ഞാൻ കാണിച്ചു തരാം. കാണുന്നതാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്, അതായത് ഹനോയ് സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ വിളിക്കാം. പക്ഷേ ഇതിന് ബുക്കിംഗ് എങ്ങനെയാണെന്ന് ആരോടെങ്കിലും ചോദിച്ച് നോക്കേണ്ടി വരും. അവിടെ വേറൊരു ബസ് കിടപ്പുണ്ട്, അവിടെ റെസ്റ്റ് റൂം കാണാൻ പറ്റും. ആദ്യം ഞാൻ ലേക്ക് കാണിച്ചു തരാം. ഈ ലേക്കാണ് അതിൻ്റെ സംഭവം. കണ്ടോ, ഒരേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറിയിട്ട് നമുക്ക് അക്കരെ പോകാമെന്ന് തോന്നുന്നു. എന്തായാലും അതിലേക്ക് ഒന്ന് നടന്നിട്ട് തിരിച്ചു വന്ന് ഓപ്പൺ ഓഫ് ബസ് ബുക്ക് ചെയ്യാം. ഈ ലേക്കിൻ്റെ ആ പാർക്കിൽ കൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. സോ ഞാൻ ഹോപ്പ് ഓൺ ആ ബസ് ടിക്കറ്റ് എടുത്തു. ഡബിൾ ഡെക്കർ ബസ്സാണ്, മുകളിലിരുന്ന് യാത്ര ചെയ്യാം. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. ഈ പുറകിലല്ല, അത് നേരത്തെ കണ്ട വണ്ടി ഇതാണ്. ഇപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി. ഇപ്പോൾ ഇവിടെ ഇവരുടെ പുറകിൽ ലൈനിൽ ക്യൂ നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യൂ നിൽക്കാം. സൂപ്പർ എക്സൈറ്റഡ്. മുകളിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. Chủ thư vừa đứng ở đấy Thảo ơi. Chủ thư vừa đứng ở đấy. Thank you. Can I go up? Yeah. മുകളിലേക്ക് പോവാം. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഹെഡ്സെറ്റ് ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ കുറേ ആൾക്കാർ സ്ഥലം പിടിച്ചു. നല്ല വിസിബിലിറ്റി ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇരിക്കാം. ലെറ്റ്സ് സിറ്റ് ഹിയർ. യെസ്, ഇത് അടിപൊളി സ്ഥലമല്ലേ. നമുക്കൊരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് ഞാനിത് ഇവിടെ കണക്ട് ചെയ്തു. ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വോളിയം കൂട്ടാം, വോളിയം കുറയ്ക്കാം, സംഭവം ചെയ്യാം. അപ്പോൾ ഇത് വെച്ചേക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം. വെരി എക്സൈറ്റഡ്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സീറ്റുകളൊക്കെ ഇങ്ങനെ വേണ്ടി നടക്കാം. കപ്പിളായിട്ടിരിക്കുന്നവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓൾവേസ് സോളോ. പക്ഷേ ഇവർ ഒരു ബ്രോഷർ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സംഭവം ഇത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്, ഓരോ സ്റ്റോപ്പും. അറിയാം, 1 പില്ലർ പഗോഡ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും രാത്രിയിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് വെയിലടിച്ച് കരിയും. ഞാൻ ഓർത്ത് വെയിലാണ്, പക്ഷെ ഭയങ്കര വെയിലാണ്. ഞാൻ വേർത്ത് കുളിച്ചൊരു പരുവായി. കുളിച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ സിറ്റി കാണാനൊരു എന്താ പറയുക, ഇത് നിങ്ങൾ ഇത്രയും മുകളിലിരുന്നിട്ട് നല്ല വ്യൂ ആണ്. ഹെഡ്സെറ്റിനകത്ത് എന്തൊക്കെയോ പറയുന്നു കേട്ടോ. ഇവർ ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ആ സ്റ്റോപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ബിൽഡിംഗ് ആണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അത് നല്ലൊരു അടിപൊളി സംഭവമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ കാണുന്നത് കച്ചവട സ്ഥാപനങ്ങളാണ്. പലതരം ഭക്ഷണങ്ങളും അത് തയ്യാറാക്കുന്ന വിയറ്റ്നാമീസ് സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്രാവശ്യം പക്ക ബാക്ക് പാക്കിങ്, അതായത് ശരിക്കും ചില കുറച്ചുള്ള യാത്രയാണ്.
എല്ലാ ലോക്കൽ ഫുഡ്, ലോക്കൽ സ്റ്റേ, ലോക്കൽ പ്ലേസസ്, ലോക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ട്രാവൽ. പക്ഷേ ഇത് നല്ലൊരു എന്താ പറയണേ, നല്ല രസമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. ഒരു ബാക്ക് പാക്കറായിട്ട് ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുക, ഈ പാക്കേജൊക്കെ ബുക്ക് ചെയ്യാതെ പോവുക, എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അതാണ് അതിൻ്റെ മെയിൻ കാരണം. നമ്മൾ ജീവിക്കാൻ പഠിക്കും. അങ്ങനെയല്ല വേണ്ട. അങ്ങനെ ഞാനൊരു തനത് വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയത് ബിയർ സ്ട്രീറ്റിലേക്കാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ബിയർ ഷോപ്പുകളാണ്. വിയറ്റ്നാമിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ബുൻ ചാ ഹോൻ ലീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ ഭക്ഷണം കഴിച്ച ആ ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ പ്രധാന വിഭവമാണ് ബുൻ ചാ. ബീഫും അതുപോലെ തന്നെ നൂഡിൽസും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു ഭക്ഷണമാണത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹാനോയുടെ തെരുവുകളിലൂടെ എൻ്റെ നടത്തം ഇങ്ങനെ തുടരുകയാണ്, കാഴ്ചകൾ കണ്ടുകൊണ്ട്.